എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കാരും നമസ്കാരം. ഞാൻ ബിരിജ് തോമസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. പക്ഷേ അത് ഓസ്ട്രേലിയൻ ഗ്രാമങ്ങളിൽ കൂടിയുള്ളൊരു യാത്രയല്ല, നാട്ടിലോട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതാണ് വീട്ടിലെ വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ പോകേണ്ട ചെറിയ ആവശ്യമുണ്ട്, അതുകൊണ്ട് നാട്ടിൽ പോവാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹർത്തമായ സ്വാഗതം. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സമ്മറാണ് ഇവിടുത്തെ വെതർ, അതായത് വിക്ടോറിയൻ വെതർ എന്ന് പറയുന്നത് ഇതാണ്. ഇതുണ്ടല്ലേ, നല്ല ഫോഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ സംഭവം, നല്ല ഫോഗിയാണ്. ഇത് കുറച്ച് കഴിയുമ്പം ഇന്ന് ഉച്ചയൊക്കെ ആകുമ്പോൾ ഇത് ഏകദേശം 25-26 ഡിഗ്രി ആവും. പക്ഷേ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വെറും 16 ഡിഗ്രി മാത്രമേ ഉള്ളൂ. മെയിൻ റോഡിൽ ഞാൻ ഇറങ്ങി ഇതുവഴി ആകുമ്പോൾ നമുക്ക് ട്രാഫിക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് പോകാൻ പറ്റും. ഇതുവഴിയൊക്കെ എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടൊരു 25-30 കിലോമീറ്റർ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സനൽബറോഡ് വീട്ടിൽ ചെന്ന് അവിടെ നേരെ എയർപോർട്ടിലോട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ഓടുന്ന ശേഷം നമ്മുടെ സൺലേട്ടൻ്റെ വീട്ടിൽ വന്നു. ഇനി സൺലേട്ടൻ വേണം എന്നെ എയർപോർട്ടിലോട്ടുണ്ട് വിടാനായിട്ട്. സാറേ ഇപ്രാവശ്യം നിമ്മില്ല, ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതുകൊണ്ടേ അവിടെ നിന്ന് ചായ കുടിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞു. അപ്പോൾ നിങ്ങളാണ് സാറും ഇവളൂടെയാണ് നോറക്കുട്ടികളാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വരുന്നത് അല്ലേ? യുദ്ധം കഴിഞ്ഞേ ഉള്ളൂ ആണോ? ആണോടി, നീ വരുന്നോ? നാട്ടിൽ വരുന്നോ? എൻ്റെ കൂടെ പോയിട്ട് വേണം. എയർപോർട്ടിൽ പോകണോ? എന്തിന്? വായി എന്നെ കൊണ്ടാക്കാൻ പോകണം ആണോ? നമുക്ക് പോയേക്കാം. എന്നാ സാറേ നിമ്മിൻ ഡ്യൂട്ടി അല്ലേ? ഓക്കെ, ജിഷ എല്ലാവരും ഡ്യൂട്ടിയാണ്. നമ്മൾ പെട്ടെന്ന് നാട്ടിൽ പോകുന്നുണ്ട്. ചിക്കി സ്കൂളിൽ പോയല്ലേ? വെരി ഗുഡ്. ഇപ്പം നീ മാത്രമേ ഉള്ളൂ ഇവിടെ ആണല്ലേ? ഇവിടെ എത്ര മണിക്കൂർ സാർ? 1 മണിക്കൂർ പോരെ? 1.5 മണിക്കൂർ. നമ്മൾ ഈ പണിയൊക്കെ ഉള്ളതല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് നേരെ എയർപോർട്ട് അല്ലേ? ഓക്കെ സാർ. നിങ്ങൾക്ക് ഭയങ്കര ഉത്തരവാദിത്തമല്ലേ? പണ്ട് നമ്മള് പോകുമ്പോ ഫോണും പേഴ്സൊക്കെ ആയിരുന്നു. ഇപ്പൊ വൈപ്പ്, അവക്കുള്ള ഫുഡ്, ചെരുപ്പ്, എല്ലാ സൈറ്റങ്ങളും ഉണ്ട്. എന്താ പോരെ? നിങ്ങൾ ആദ്യമായിട്ട് ഇത്ര ഉത്തരവാദിത്തത്തോടെ ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ കാണാറേ ഇല്ല. കാരണം നമ്മൾ പകുതിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇന്ന സാധനം മറന്നതല്ലെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ കറക്റ്റ് സാധനങ്ങളെല്ലാം എടുത്ത് ജീവിതം ഇങ്ങനെയായി. അമ്മച്ചി പോയതോടുകൂടിയല്ലേ ആണല്ലേ? എന്നാ വിട്ടാലോ? ഇന്നൊരു ചെറിയ ഫോഗി കണ്ടീഷൻ അല്ലേ? ഇന്നലെ നല്ല തെളിഞ്ഞ ദിവസമാണ്. പക്ഷെ ഇന്നിപ്പോ ഈ മൂടൽമഞ്ഞ് ആയെന്ന് പറഞ്ഞാൽ വെളിയിൽ 25 ഡിഗ്രി. ഇപ്പം ടിപ്പിക്കൽ വിക്ടോറിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നമ്മളൊരു ദിവസം പറയുമ്പോൾ 4 വെതർ എന്ന് പറയാല്ലേ? ഒരു ദിവസം 4 സീസൺ ഇൻ 1 ഡേ എന്നാ പറയുന്നത് വിക്ടോറിയ. സണ്ണിൽ ഇവിടെ കിടന്ന് വണ്ടി കൂടുന്നതുകൊണ്ട് സണ്ണിൽ കറക്റ്റ് അറിയാം എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണമെന്നൊക്കെ അല്ലേ? എയർപോർട്ട് ഇപ്പൊ നമ്മുടെ അമ്മ പോലെ എയർപോർട്ട് അമ്മ വീട് പോകണൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നോവോട്ടൽ ഹോട്ടല് നമ്മുടെ ആ ഗുഹയ്ക്കകത്തോടെ കയറി വേണം അങ്ങോട്ട് പോകാൻ അല്ലേ? അപ്പുറം വഴി വേണമെങ്കിൽ പോവാം. ഗുഹയല്ല, നിങ്ങൾ എന്താ പറഞ്ഞാൽ കിഴുത്ത ആ കൃതിക്കാതെ കയറി വേണം അപ്പുറത്തോട്ട് പോകാൻ കേട്ടാ. നമ്മളിനി ഒരു അരമണിക്കൂറുടെ അല്ലേ? 25 മിനിറ്റ് എയർപോർട്ടിൽ ചെല്ലും അല്ലേ? ഞാൻ മലേഷ്യൻ എയർവേസിനാണ് പോകുന്നത്. മലേഷ്യ? ആ ഓക്കെ. സാറേ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയല്ലേ? നിങ്ങൾ എന്നെ ഡ്രോപ്പ് ഓഫ് ഇറക്കുകയല്ലേ? ഞാൻ ആ ഡ്രോപ്പ് ഓഫിൽ കൊണ്ടുവിടുന്നു, തിരിച്ചു പോകുന്നു. ഡ്രോപ്പ് ഓഫിൽ നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? 1 മിനിറ്റോ? നിങ്ങളുടെ ലഗേജ് ഇറക്കി വെക്കണ സമയം കിട്ടും അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനകത്ത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടെ ആയിക്കോട്ടെ, റിലാക്സ് ചെയ്യാം. അതാ നല്ല കഫയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? നേരത്തെ വന്നാൽ ഒരു ഗുണം അതായത് പെട്ടെന്ന് ഈ പരിപാടി കഴിഞ്ഞ് അകത്ത് കയറിയാണെങ്കിൽ നമുക്ക് തന്നെ റീച്ച് ഇതായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്യൂ ആയിരിക്കും. തിരക്കിട്ട് പോകണ്ടല്ലോ, സമാധാനത്തോട് പോവാം. അതാണ് ഒറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ സമാധാനം. മെൽബൺ എയർപോർട്ടിന്റെ അകത്തെ നല്ല കുറെ കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഉള്ളതാണ്. അല്ല ഞാൻ അകത്തിപ്പോ ഞാനിപ്പം യാത്ര ചെയ്തിട്ട് കുറഞ്ഞപ്പോ ഒരു വർഷത്തിൽ മേളിലായില്ലേ? 1.5 വർഷം. നിങ്ങൾ നാട്ടിൽ പോയിട്ട് മേളെ 8 കൊല്ലമല്ലേ? ഓക്കെ, നിങ്ങൾ ഓസ്ട്രേലിയക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന പാർക്കിങ്ങിന് പോകുന്ന അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് ആലംബിക്കാം. പക്ഷേ ഇപ്പം നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇതുവഴി നേരെ കയറിപ്പോയി ഡ്രോപ്പ് ചെയ്യുന്നു. സൺലേട്ടനും നമ്മുടെ കൊച്ചും. സാറേ താങ്ക് യു കേട്ടോ. വന്നിട്ട് കാണാം. അത് വേണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അമ്മയോടൊക്കെ പറഞ്ഞേരെ. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയും മെൽബൺ എന്നുള്ള എഴുതിയിട്ട് ഇനി അകത്തോട്ട് കയറണം. സെക്യൂരിറ്റി ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ നേരെ അകത്തോട്ട്. കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളകത്ത് കയറി. 1-2 പരിചയക്കാരുണ്ടായതല്ലേ, അതൊക്കെ പരിചയപ്പെട്ടു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. മലേഷ്യ ചെന്നിട്ട് എനിക്ക് വന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ ഒരു ലേ ഓവർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ എടുത്തൊരു പ്രാവശ്യം. അതായത് നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. പിന്നെ നല്ലോണം വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് പതുക്കെ പോയാൽ ഗേറ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ഒരു കാപ്പി ഓർഡർ ചെയ്തു. ഒരു ചെറിയ റോളൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ജസ്റ്റ് ചെറിയൊരു കഫേയാണ് അല്ലേ? ആളൊന്നുമില്ല, തിരക്കധികമില്ല.
എൻ്റെ ഫ്ലൈറ്റിന് ടൈമൊക്കെ ആയി വരുന്നതേ. കോഫിയിലൂടെ ഒരു റാപ്പ് ഓർഡർ ചെയ്ത് സ്പിരിച്ചൻ ടോഫു റാപ്പ്. കുഴപ്പമൊന്നുമില്ല, കളർഫുള്ളാണ്. അതിൻ്റെ സ്പിനച്ചിട്ട് ഇതൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, അത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഞാനിങ്ങനെ എത്തി. ഏകദേശം ഇവിടെ നമ്മൾ മെൽബണിൽ നിന്ന് മലേഷ്യ വരെ 7 മണിക്കൂർ. ഭയങ്കര ടയർന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് വന്ന് എന്നെ പിക്ക് ചെയ്തു, നമ്മളെ ഫ്ലാറ്റിൽ കൊണ്ടാക്കി. അപ്പോൾ എനിക്ക് വരാനും പോകാനൊക്കെ ഫ്ലാറ്റാണ് പോയത്. അതുകൊണ്ടാണ് ഇവിടെ. ഇനി ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചു നോക്കുന്നത്. അത് ഉണ്ടാക്കിയത് കഴിയും. അത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ കഴിക്കാം, അത് വെളിയിൽ പോയി കഴിക്കാം. അത് കഴിഞ്ഞ് നേരെ വാഴത്താനത്തിൽ പോകണം. അവിടെ പപ്പായമ്മയും കാണണം. പിന്നെ അവിടെ ഇതോടെ ചെറിയ വണ്ടി കിടക്കുന്നത്, അതുകൊണ്ടാണെങ്കിൽ ലോക്കൽ ഓട്ടങ്ങളാണ് ഇവിടെ പോകുന്നത്. പിന്നെ ലൈസൻസ് ഇപ്പോഴും ഉണ്ട് നാട്ടിൽ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടെ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകണം, ചാച്ചനും അമ്മയും കാണാൻ. അച്ഛനും അമ്മയും കാണാനാണ് മെയിനായിട്ട് ഞാൻ വന്നത്. കാരണം ചാച്ചനും ഇച്ചിരി പ്രായമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ അതിന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അനിച്ചാൽ ചോദിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ സോണി? ഇല്ല, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നീ എല്ലാവർക്കും ഹായ് പറഞ്ഞു. ഹലോ. നമ്മുടെ ഏറ്റവും ഇളയ സോണിച്ചൻ. നീ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ സാറിന് കഴിക്കുന്നത്? ഞാൻ പിള്ളേന്ന് കഴിക്കും. അത് ജിമ്മിൽ പോയിട്ട് വന്ന് എങ്ങനെ കഴിക്കുമോ? രാവിലെ എന്നാ കഴിക്കുന്നത്? പ്രോട്ടീൻ കഴിക്കാറില്ലേ? കഴിക്കല്ലേ? ഓക്കെ. ഫ്ലാറ്റൊക്കെ നല്ല നീറ്റായിട്ട് സംഭവമുണ്ട്. നീയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്, ഇവനാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. നമ്മളിങ്ങനെ വരുമ്പോൾ താമസിക്കുന്നതേ ഉള്ളൂ. ഫ്ലാറ്റെല്ലാം നല്ല ഓക്കെയാണ്. ഇപ്പം നമ്മുടെ നമ്മുടെ അനു അല്ലേ, പുള്ളി അനു വന്നു കഴിഞ്ഞാൽ പോയാലോ? ഇപ്പോൾ വരുമല്ലേ? അനുവാണ് ഇന്നലെ എന്നെ പിക്ക് ചെയ്തത്. അത് നിന്റെ ഫ്രണ്ടാണ് അനു അല്ലേ? ഇപ്പം മുമ്പ് ഞാൻ ഇതുവഴി പോയപ്പോഴത്തേക്ക് വന്ദേ ഭാരത് ഉണ്ടായിരുന്നു കേട്ടോ. റെയിൽവേ ലൈൻ 7:30 ആകുമ്പോഴത്തേക്ക് അല്ലേ വന്ദേ ഭാരത് ഇങ്ങനെ. ഇന്ന് രാവിലെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ദേ ഭാരത് കാണുന്നത്. ഇങ്ങനെ അതെ ഇതുവഴി ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടു രാവിലെ 7:30 കൂവിപ്പായി. ഇപ്പൊ അവിടെ പാടവാ, അതൊരു ആറാണ്, കൊടൂരാറ്. ആ കൊടൂരോ? ഓക്കെ ഓക്കെ. ഇപ്പൊ പാടവാ, നെല്ല് വിതച്ചേക്കുവാ. അല്ലെങ്കിൽ അവര് കൃഷി കഴിയുമ്പോൾ വെള്ളം കയറ്റും, അപ്പൊ ഭയങ്കര രസമാണ്. സോണി, അപ്പൊ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാന്നാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്. ഈ ഹോട്ടലിന്റെ പേരണ ദ ഗാട്ട്. ഇതാണ് നമ്മുടെ അനു. ഇന്നലെ എന്നെ കൊണ്ടുപോകുന്നത്. അനു എല്ലാവർക്കും ഹായ് പറഞ്ഞു. അതെ, നമ്മുടെ രാവിലെ റെസ്റ്റോറൻറ്റ് കയറി. അനു എന്നെ ഓർഡർ ചെയ്യുന്ന പൊറോട്ടയോ? രണ്ടപ്പം. നീ അനു നമ്മളിവിടെ കുറേ ദിവസം കാണും, യാത്രയിലൊക്കെ കാണും. നീയും പൊറോട്ടയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അല്ലേ? ഒരു പൊറോട്ട. ഓക്കെ. അപ്പോൾ നമുക്ക് ഫുഡ് വരാനുള്ളൊരു വെയിറ്റിംഗിലല്ലേ? എങ്ങനെയുണ്ട് സോണി അപ്പം? അപ്പം പൊട്ട എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ? ഞാനും ഇത് അപ്പമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്ഷണമാണ് അല്ലേ? നീ ആ ഒരെണ്ണം വേണമെന്നായിട്ട് 3 കഴിച്ചല്ലോ. കഴിച്ചല്ലേ? അത് കുഴപ്പമില്ല, ഭക്ഷണമല്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കോട്ടയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നമ്മളിത് പപ്പായെ കാണാൻ വന്നേക്കാണ്. പപ്പായ എന്നാണ്ട് വിശേഷം? ഇപ്പോഴും വീഡിയോയുടെ അടി കമന്റ് വരുന്നത് പപ്പായൊക്കെ എന്നാ തിരിച്ചു വരുന്നത്, പപ്പായ ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരു ഗുമ്മില്ലെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്നാ വരുന്നത് ഇനി? പപ്പ ഈ വർഷം അവസാനം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മമ്മി അകത്തുണ്ടല്ലേ? മമ്മിയാ എവിടാ? മമ്മി എന്നാണ്ട് വിശേഷമൊക്കെ? ആണോ? ഞാൻ പറയാം, നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഇപ്പോഴും കമന്റ് വരുന്നുണ്ട് പപ്പായ മമ്മിയൊക്കെ എന്നാ വരുന്നത്. പപ്പായ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കാണാൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിനകത്തുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് മമ്മി ഒന്നാന്തരം കപ്പയും ചിക്കനൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇപ്പോൾ ഈ ചക്കയുടെ സീസണാണ്, ചക്കപ്പഴം. ഇല്ലല്ലേ? ഇത് നമ്മുടെ ഇവിടുത്തെ ആണോ? അതായത് ഈ ഭയങ്കര ഫേമസ് അല്ലേ ഈ വാകത്താനം വരിക്ക, അതാണ് ഇത്. പക്ഷെ ആ പഴയ ടേസ്റ്റ് ഒക്കെ അല്ലേ? ആണല്ലേ? സംഭവം സൂപ്പർ. നല്ല മധുരം ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം. കണ്ടില്ലേ? ഒന്നാന്തരം ചക്ക. വെള്ളാറൻ ചക്ക. ഓക്കെ, അതാ അതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? ഇത് അടിപൊളി സാധനം. ഓക്കെ. മതി വരെ എഴുതുന്നത് ഒന്നാന്തരം സാധനം വെള്ളാറൻ ചക്ക അല്ലേ? വെള്ളാറൻ ചുമല. ഈ വാർത്താൻ മരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഫേമസ് അല്ലേ? അപ്പോൾ ഇനി ചക്ക കഴിച്ചു. ഇനിയിപ്പോൾ നേരെ ഞാൻ നമ്മുടെ വീട്ടിലോട്ട് മാമ്പൂട്ടിലോട്ട് പോകണം. അപ്പം വീട്ടിലേക്ക് നമ്മുടെ വാതാനത്ത് പോയി നമ്മുടെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ സ്വന്തം വീട്ടിൽ വന്നേക്കാണ്. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന വീട്. അതായത് എൻ്റെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ ഈ പറമ്പ് വഴിയൊക്കെ ഓടി നടന്ന സ്ഥലമാണ്. നമ്മുടെ ചാച്ചനും ഒക്കെ ഇതുവരെ ഓടി നടന്ന. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും മേലെ പ്രായമാകും തോറും ആർക്കും മൂവ്മെൻറ്റ്സുകളെല്ലാം കുറയും. പിന്നെ ഇപ്പോൾ നമ്മുടെ ചാച്ചനും മമ്മയ്ക്കൊക്കെ പ്രായമായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നവരെ കാണാനായിട്ട്. അപ്പം ഈ സ്ഥലമൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. താഴത്തെ പറമ്പ് ഇവിടെയൊക്കെ ഓടി നടന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പേടിയാണ്. കാരണം പിന്നെ പാമ്പുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല. കാരണം അങ്ങോട്ടൊക്കെ ആൾക്കാർ വളരെ റെയറായിട്ടേ പോവുള്ളൂ. ചാച്ചനൊക്കെ വലിയ നടക്കാനൊന്നും മേലാത്തതുകൊണ്ട് അധികം അങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല.
അപ്പം ഇതാണ് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ സ്വന്തം ഭവനം എന്ന് പറയുന്നുണ്ടല്ലേ. ഇതാണ് നമ്മുടെ സ്വന്തം ഭവനം. എല്ലാവർക്കും ഹായ് പറഞ്ഞു. ഹായ് ഹായ് മമ്മിയുടെ ഹായ് പറഞ്ഞു. അതെ, ചാച്ചനും മമ്മീനെ കാണാനായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിയെത്തിയത്. ചാച്ചാ എന്നാ നമുക്ക് ടൂറ് പോയാലോ? ചാച്ചൻ ഈ നമ്മുടെ ഈ പറമ്പിൽ കിടക്ക് ഞാൻ പറയായിരുന്നു എത്രയോ ഓടി ഇറങ്ങി നടന്ന ആളാണ്. ഇപ്പം മനുഷ്യക്ക് പ്രായമായി കഴിഞ്ഞാൽ അല്ലേ എന്നാ ചെയ്യും. ചാച്ചാ ഓക്കെ അല്ലേ, നമുക്ക് ടൂറ് പോയാലോ? പോയേക്കാം. അതായത് ഞങ്ങൾ ചാച്ചനും ഞാനൊക്കെ തേക്കടിക്ക് പോയി ഓർക്കുന്നുണ്ടോ പണ്ട്. ചാച്ചൻ്റെ കാലമല്ലോ ഇതൊക്കെ വരെ ഈ അട്ട കടിക്കാതിരിക്കാനുള്ള വലിച്ചു ചാച്ചൻ പറയും അവിടെങ്ങും പോയേക്കരുത് മറ്റേ മറിച്ചതൊക്കെ ഇപ്പോഴും പറയും. ഇപ്പം പറയാം ചാച്ചൻ പോയേക്കാതെ. അപ്പോൾ ഇവരെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന് ഞാൻ പെട്ടെന്ന് വന്നതാണ്. അപ്പം എല്ലാവരും ഓക്കെ അല്ലേ? ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം സെറ്റല്ലേ? എല്ലാം കുഴപ്പമൊന്നുമില്ല ചാച്ചാ? ഓക്കെ ഓക്കെ. എങ്ങോട്ടാ? തേക്കടിക്ക്. ഓക്കെ. ചാച്ചനെ മമ്മീനെയൊക്കെ നമ്മൾ കണ്ടു. പാത്താണ്ട് പോയി പപ്പായമ്മയും കണ്ടു. സത്യം പറഞ്ഞാൽ നേരത്തെ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. അതായത് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ചിലപ്പം വൈകിട്ട് ഫ്ലാറ്റിലോട്ട് പോകും, പറയാൻ പറ്റില്ല അവസ്ഥ അനുസരിച്ച്. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നമ്മൾ ഓസ്ട്രേലിയയിൽ തിരിച്ചു, നമ്മുടെ വീട്ടിലെത്തി, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ചാച്ചനെ മമ്മീനെ കണ്ടു, പപ്പായമ്മയും കണ്ടു. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ വരവിൻ്റെ ഉദ്ദേശം പൂർത്തീകരിച്ചു. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അങ്ങോട്ട് തുടർന്ന് കുറച്ച് കേരളത്തിൻ്റെ വീഡിയോ ആണ്. കാരണം ഓസ്ട്രേലിയയിൽ ഇപ്പം ഇഷ്ടംപോലെ വീഡിയോസൊക്കെ വന്നു. ഇനി പോകാൻ അധികം സ്ഥലങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒത്തിരി ദൂരെയാണ്. അപ്പോൾ അതും അതൊക്കെ താമസിക്കാതെ വലിയ ട്രിപ്പൊക്കെ വെക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും കുറച്ച് നമ്മുടെ കേരളത്തിൻ്റെ തനിമയുള്ള മണമുള്ള വീഡിയോ, നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു ചെറിയ മണം നമുക്ക് കിട്ടി. ആ മണമുള്ള വീഡിയോ ഞാൻ അടുത്ത് തുറന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.